നമ്മൾ ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യും. ഈ സെർച്ച് ചെയ്യുന്ന മൊത്തം ഗൂഗിള് ഒരു സെർച്ച് ഹിസ്റ്ററി ആയിട്ട് അവിടെ സേവ് ആക്കി വെക്കും. നമ്മളെ ഫോൺ മറ്റാരെങ്കിലും എടുത്ത് നോക്കുന്ന നേരം, ഇപ്പം വീട്ടിലുള്ള ആൾക്കാർ, കുട്ടികൾ, അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ ഫോൺ എടുത്ത് നോക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ ഈ സെർച്ച് ഹിസ്റ്ററി കാണുന്നതാവും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തതെന്ന് നമ്മളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ സെർച്ച് ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഡിലീറ്റ് ചെയ്യേണ്ട സെർച്ച് ഹിസ്റ്ററി അവിടെ തന്നെ വെക്കാമെന്ന് ആണെങ്കിൽ ആ സെർച്ച് ഹിസ്റ്ററിക്ക് നമുക്കൊരു പൂട്ടിടാം, ഒരു ലോക്ക് കൊടുക്കുക. അതിനുള്ളൊരു ഓപ്ഷൻ ഗൂഗിളിൽ പുതുതായിട്ട് വന്നിക്ക്. അതെന്താ നോക്കുക, അതിന് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് പോവുക. താഴെ ഭാഗത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഓൾ സർവീസസ് എടുക്കുക. ഓൾ സർവീസസ് എടുത്തിട്ട് കുറച്ച് താഴെ ഭാഗത്ത് സെർച്ച് അസിസ്റ്റൻറ്റ് ആൻഡ് വോയിസ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മേലെ തന്നെ കാണാം പ്രൈവസി ആൻഡ് സേഫ്റ്റി. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഭാഗം കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത് കംപ്ലീറ്റ് ഇതിലുണ്ടാവും. അതുമാത്രമല്ല, നമ്മളെ ഈ ഗൂഗിൾ അക്കൗണ്ട് മറ്റേതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ആവുണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയും ഇതിലുണ്ടാവും. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഏത് ടൈമിൽ വേണമെങ്കിൽ, ഒരു മാസം ഉള്ളത് ഒരു മാസം മുമ്പുള്ള, അന്നത്തെ വേണമെങ്കിൽ മൊത്തത്തിൽ എങ്ങനെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഓട്ടോ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 മാസം, 18 മാസം, 36 മാസം, ഇങ്ങനെ ഏത് ടൈം പീരീഡിലുള്ളതാണോ ഡിലീറ്റ് ആക്കേണ്ടി അങ്ങനെ ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് അത്രയും മാസം മുമ്പുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിക്കോളും. അതല്ല നമ്മളിപ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ ഇതിനൊരു പൂട്ടിടുന്ന കാര്യമല്ലേ. ഇവിടെ മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ ഭാഗത്ത് 2 ഓപ്ഷൻ ഉണ്ടാവും. ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ളതിലാണ് ഉണ്ടാവുക. ഡിഫാൾട്ടായിട്ട് അതിലാണ് ഉണ്ടാവുക. മേലെ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെർച്ച് ഹിസ്റ്ററി മറ്റാർക്കും ഒരു എക്സ്ട്രാ വെരിഫിക്കേഷൻ ഇല്ലാണ്ട്, അതായത് നമ്മളെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൻ്റെ പാസ്വേഡോ ഇല്ലാണ്ട് കാണാനാകില്ല. അടിപൊളിയല്ലേ. അപ്പോൾ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ആക്കരുത്, അത് അവിടെ തന്നെ വേണം. പക്ഷേ മറ്റാരും കാണരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനൊരു പൂട്ടിട്ട് കൊടുക്കുക. അതൊന്ന് ഓണാക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മേപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.